കൊണ്ട് ഇതുവഴി കടന്നു വരികയാണ്. ആശീർവദിക്കുക. അനുമോദനത്തിന്റെ 1000% അർപ്പിച്ചു കൊടുക്കുക. സാംസ്കാരിക റാലിക്ക് സമാപനം കുറിച്ചുകൊണ്ട് പ്രൗഢമാകാൻ പോകുന്ന സാംസ്കാരിക സമ്മേളനത്തിലേക്ക് പ്രൗഢമാകാൻ പോകുന്ന ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ആളുകളുടെയും സാന്നിധ്യത്തിലേക്ക് ഒരിക്കൽ കൂടി കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് വിദ്യാർത്ഥിനികൾക്ക് അറിവിന്റെ മന്ദിരങ്ങളെല്ലാം ഊട്ടിക്കൊടുത്ത പാറപ്പുറം CMLE സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചവരുന്ന സാംസ്കാരിക സാംസ്കാരിക ഫോണിലാണ് ഞാനിപ്പോൾ ദൂരം ഫോണിലേക്കാം. ഓൾട്ടിയാ ഇതൊക്കെ അത് ചെണ്ടമുട്ട എടുത്തിട്ടില്ല എൻ്റെ മുട്ടിക ഡോക്ടർ മോളോ ഡോക്ടർ ഈ ഡോക്ടർ അറിയുന്നത് പോലെ നമുക്കൊന്നും അത്ര പരിചയമില്ലെങ്കിലും പോത്തുപള്ളിയായി തുടക്കം കുറിച്ച് നമ്മുടെ പാറപ്പുറം AMLP സ്കൂൾ ഇന്ന് 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. നമുക്കറിയാം ഈ 100ാം വാർഷികത്തിന് ഒരു കമ്മിറ്റി വിളിച്ചു ചേർക്കുകയും ആ കമ്മിറ്റിയുടെ പ്രവർത്തനം തുടങ്ങിയത് നമുക്കറിയില്ല. അമ്മാവന്റെ നിർബന്ധപ്രകാരം പത്തനംതിട്ട ജില്ലയിലെ തടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉപ്പയും വലിയ അമ്മാവനും ചെറിയ അമ്മാവനും കൂടി കൊണ്ടുപോയി വിട്ടതാണ്. 2 വർഷം TTC കഴിഞ്ഞു.
ചെന്നപ്പോൾ തന്നെ ഞാൻ അന്നൊക്കെ ഈ പാവാടയും ബ്ലൗസും ഇട്ട്. അപ്പോൾ ഒരു ചേട്ടൻ, നമ്മളെ ആ നാട്ടിലൊക്കെ ക്രിസ്ത്യാനികളാണ് കൂടുതൽ. ക്രിസ്ത്യാനിയുടെ അമ്മാവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ, അവിടുത്തെ ഒരു ക്രിസ്ത്യാനി ടീച്ചറുടെ വീട്ടിലാണ് ഞങ്ങൾ അത് താമസിച്ചത്. അപ്പോൾ അവിടുന്ന് 1-2 പേര് എന്നെ കാണാൻ വന്നു. ഈ ചെറിയ കൊച്ചിനെയാണോ കാക്കായെ നിങ്ങൾ ടീച്ചറാക്കാൻ പോണത് എന്ന് ചോദിച്ചു. അപ്പം തന്നെ വാപ്പ മറുപടി പറഞ്ഞു, ചെറിയ കൊച്ചനല്ലേ വലിയ ടീച്ചറായി വരിക. അതെ, എൻ്റെ ഉപ്പാൻ്റെ ആ വാക്ക് വളരെ ഫലവത്തായി. എൻ്റെ ഉപ്പ എന്നെ ജീവിച്ചിരിപ്പില്ല. 1 വർഷമായിട്ടേ ഉള്ളൂ മരണപ്പെട്ടിട്ട്. പക്ഷേ ഈ ഒരു യാത്രയപ്പിൽ പങ്കെടുപ്പിക്കാൻ പറ്റാത്തതിലൊരു വിഷമമുണ്ട്. എൻ്റെ ചെറിയ അമ്മാവനും ഞങ്ങളോടൊപ്പം ഇല്ല. വേറെ ഏത് ഓഫീസ് ചെന്നാലും ജീവനില്ലാത്ത ഫയലുകളാണ്. പക്ഷെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ജീവനുള്ള ഫയലുകളാണ്. അവരുടെ കളി, അവരുടെ ചിരി, അവരുടെ പിണക്കം എന്താ രസം. സുഖമില്ലാതെ ആയപ്പോ ഞാൻ വരുമ്പോ വണ്ടി അവിടെ നിർത്തി ഇങ്ങോട്ട് കയറുമ്പോ ബാഗ് പിടിക്കാൻ ഒരാൾ ഓടി വരും, വെള്ളക്കുപ്പി വാങ്ങാൻ ഒരാൾ വരും. ഇങ്ങനെയൊക്കെ സ്നേഹം നമ്മൾ കുഞ്ഞു മക്കളെടുത്ത് കിട്ടുമ്പോൾ നമുക്ക് അവരെ വിട്ടുപോകുക എന്ന് പറയുന്ന ആ ഒരു വിഷമാണ് ഏറ്റവും വിഷമായിട്ട് മനസ്സിലുള്ളത്. അതുപോലെ എനിക്ക് തന്ന എൻ്റെ രക്ഷിതാക്കള് എല്ലാവരും വളരെയേറെ സ്നേഹവും തന്നിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇതോടൊപ്പം മുഹമ്മദ് റയ്യാൻ കൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ ഈ പുരസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട എച്ചമ്മിന് കൈമാറുകയാണ്. നിങ്ങൾ എല്ലാവരുടെയും ഒരു പിന്തുണ ഞങ്ങൾ ഈ വേളയിൽ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും നല്ല നല്ല മുഹൂർത്തങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളെല്ലാവരും കൈയടിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. സ്വാഗതം പറഞ്ഞ മെമ്പർ, അധ്യക്ഷൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, ഉദ്ഘാടനം ചെയ്ത MLA കുറുക്കോളി മൊയ്തീൻ, മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, എല്ലാവർക്കുള്ള നന്ദി ഈ സ്കൂളിന്റെ പേരിലും എല്ലാവരുടെയും പേരിൽ ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ വേദിയിൽ
തെയ്യാര തക താതിനുന്തിമി തെയ്യാതിനുന്തിമി താതിനുന്തിമി തെയ്യാ